ഇനി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മളെപ്പോഴും പറയും ഒരാളൊരു ഇവൻ ലൈക്ക് ഒരു കല്യാണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവൻ ഇത് വർക്ക് ആവുന്നില്ല എന്ന് തോന്നിയാൽ പോലും അത് വിട്ടു പോവാത്തത് സൊസൈറ്റി അതിനെ എങ്ങനെ കാണും, ആൾക്കാർ അതിനെ എങ്ങനെ കാണും, അല്ലെങ്കിൽ നമുക്കിടയിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ ഇതൊക്കെ. എനിക്കതിനേക്കാളും കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത് ദ അറ്റാച്ച്മെൻറ്റ് വി ഹാവ് വിത്ത് ദറ്റ് പേഴ്സൺ എന്നുള്ളതൊരു വലിയ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളൊരു ശീലമായി പോയിട്ടുണ്ടാവും ആ മനുഷ്യൻ. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർ, പക്ഷേ സ്ത്രീകൾക്കാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാറെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് റിലേഷൻഷിപ്പിനെ ബാധിക്കുക? ഇപ്പം ഈ പറഞ്ഞാലോ എസ്പെഷ്യലി ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ഈ രീതിയിലൊക്കെ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അതായത് അപ്പുറത്തുള്ള ആളില്ലെങ്കിൽ എന്നുള്ള Fear ഞാൻ ഉണ്ടാവും. എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, അതാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. അവർക്ക് പാർട്ട്ണർ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ എൻ്റെ സിസ്റ്റം കൊളാപ്സ് ആവുകയാണെന്നുള്ളതാണ്. അവരുടെ എക്സിസ്റ്റൻസിനെ തന്നെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെയാണ് വരിക. അത് പാർട്ട്ണർ പോവാന്നൊന്നും വേണ്ട, അവരുടെ പാർട്ട്ണറുടെ മൂഡൊന്ന് മാറിയാൽ, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്ന് മാറിയാൽ, പാർട്ട്ണർ വേറെ എന്തെങ്കിലും കാര്യം കാരണം ഡിസ്റ്റർബ്ഡ് ആയാൽ പോലും പാർട്ട്ണർ ആങ്ഷ്യസ് ആവും. ആങ്ഷ്യസ് ആവും. പിന്നെ അയാളെ എങ്ങനെ ഓക്കെ ആക്കാം, ഹാപ്പി ആക്കി ഇരുത്തേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം നമ്മുടെ ലൈഫാണ്, അങ്ങനെയാണ് അത് ഫീൽ ചെയ്യുക. അപ്പോൾ വഴക്കുകളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവർക്കുണ്ടാവുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും ഇമോഷണൽ ഡിപ്പെൻഡൻസി പാർട്ട്ണറിൻ്റെ അടുത്ത് ഉണ്ടാവുക. അപ്പോൾ അവരെപ്പോഴും കൂടെ വേണം എന്നുള്ള പോലത്തെ നീഡ്സ് ഉണ്ടാവാം. എന്നിട്ട് അത് പ്രാക്ടിക്കലി അത്രയും പോസിബിൾ ആവണമെന്നില്ല എപ്പോഴും കൂടെ ഇരിക്കുക, എല്ലാ കാര്യത്തിനും ഒരുമിച്ച് എന്നുള്ള പാറ്റേണൊക്കെ. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനില്ലാത്തൊരു പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കായി, ഒറ്റപ്പെട്ടു എന്നുള്ള രീതിയിലേക്കുള്ള ഫിയറാണ് വരിക. ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അവർക്ക് അവരുടെ കാര്യം വരുമ്പോൾ നമ്മളെ ഇട്ടിട്ട് പോവും. അങ്ങനെയൊക്കെയുള്ള തോട്ട്സ്, ഫിയേഴ്സും ഒക്കെയാണ് ആങ്ഷ്യസ് പാറ്റേൺസിൽ വരിക. അപ്പം പക്ഷേ സെപ്പറേറ്റഡ് ആവാന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളുടെ കേസിൽ വരുമ്പം അപ്പുറത്തുള്ള ആൾക്ക് ചിലപ്പം ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇപ്പുറത്തുള്ള ആൾ തന്നെ ഞാൻ അയാൾക്കൊരു ശല്യമായിട്ട് മാറുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള രൂപത്തിൽ സെൽഫ് ബ്ലെയിമിലേക്ക് വരാം. ഞാൻ ഓവർ നീഡിയാണ് എന്നുള്ള രൂപത്തിലേക്ക് ആളുകൾക്ക് ഫീൽ ചെയ്ത് പോവാറുണ്ട്. ചിലപ്പോൾ ഇട്ടിട്ട് പോകുമെന്നുള്ള ഫിയർ കാരണം ചിലപ്പോൾ ആദ്യം നമ്മൾ തന്നെ ഇട്ടിട്ട് പോവാൻ നോക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. കാരണം ഫിയർ ഓഫ് റിജക്ഷൻ. കാരണം എന്നെ വേറൊരാൾ റിജക്റ്റ് ചെയ്യരുത്, നല്ല ഞാൻ വിട്ടിട്ട് പോണതാണ്, ഞാൻ ആർക്കും ഒരു ശല്യമാവണ്ട എന്ന് തോന്നിയിട്ടവർ എന്നാലെങ്കിൽ ഇയാൾ സമാധാനം സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ മറ്റേ ആൾക്ക് ഇങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് പോവാറുണ്ട്. ഇതൊക്കെയാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ വരുന്ന പാറ്റേൺ. ഇനി അവോയ്ഡഡ് പാറ്റേണിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോൺഫ്ലിക്റ്റുകളുടെ കൂടെ ഇരിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ. അപ്പോൾ അവർ അധികം സൈലൻ്റ് ആയിട്ടൊക്കെ പോകുമ്പോൾ മറ്റേ ആൾക്ക് തോന്നില്ലേ പ്രശ്നമൊന്നും സോൾവ് ചെയ്യണില്ല, എൻ്റെ നീഡ്സ് മനസ്സിലാക്കണില്ല, എപ്പോൾ വന്നാലും എസ്കേപ്പ് ചെയ്യാണ് അവർക്ക്, അല്ലെങ്കിൽ അവരിതൊന്നും ബാധിക്കുന്നില്ല, അതുകൊണ്ടാണ് അവരിതിലൊന്നും ഇൻവോൾവ് ആവാതെ പോകുന്നത്. അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാലും ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഡിസിഷൻ മേക്കിങ്ങിലോ ലൈഫിലെ കാര്യങ്ങളിലോ വരുന്നില്ല തോന്നുമ്പോൾ നമുക്ക് ആ ഇൻറ്റിമസിയാണ് ഇവിടെയൊക്കെ കുറഞ്ഞു വരും, ആ ഇമോഷണൽ കണക്ഷൻ കുറഞ്ഞു വരും. ഇനി ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള പാറ്റേണൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴാണ് ദേഷ്യം വരിക, എപ്പോഴാണ് ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നതൊക്കെ നോർമലായിട്ടൊക്കെ ആ ആളുകൾ കാണുന്നുണ്ടാവുക. ഈ ആൾ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയുമ്പോൾ അവരെപ്പോഴും ആങ്ഷ്യസ് സ്റ്റേറ്റിലാവും പോകുന്നുണ്ടാവുക. ഓപ്പോസിറ്റ് ആണ് എപ്പോഴും ആങ്ഷ്യസ് സ്റ്റേറ്റിലാവും പോകുന്നുണ്ടാവുക. അപ്പം ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ പലപ്പോഴും കൂടെയുള്ള പാർട്ട്ണറിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങ് അവസാനം നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥയിൽ വേണ്ടാന്ന് വെക്കുന്ന സാഹചര്യം വരും. അല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ടാൻട്രത്തിൻ്റെ പുറത്ത് അബ്രപ്റ്റായിട്ട് റിലേഷൻസ് ബ്രേക്ക് ചെയ്യാനും ഗോസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ടെൻഡൻസീസ് ഉണ്ടാവും. കാരണം അവർ വളരെ ഇമ്പൾസീവായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക.
ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഇങ്ങനത്തെ അറ്റാച്ച്മെൻറ്റ് പാറ്റേൺസ് ഒക്കെ സെപ്പറേഷനിലേക്ക് ലീഡ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഒരു സെപ്പറേഷൻ വരുന്ന സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അത് പെട്ടെന്ന് ആർക്കും എടുക്കാൻ പറ്റുന്ന ഭയങ്കര ധൈര്യം ഉണ്ടെങ്കിൽ തന്നെ ആ ഡിസിഷൻ എടുക്കാം അങ്ങനെയായിട്ടുള്ള ഒരു ഡിസിഷൻ പലപ്പോഴും എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റാറുള്ളൂ. എസ്പെഷ്യലി ആഫ്റ്റർ ലീഗലി മാരീഡ് ആയിട്ടും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അതൊരു ഈസി പ്രോസസ്സേ അല്ല. ഓക്കെ